നമസ്കാരം. ആരുടെയെങ്കിലും ഒരു വസ്തു ചൂണ്ടിക്കാട്ടി അത് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൻ്റെ വസ്തുവാകുന്ന ഒരു പതിവ് അത് ഭാരതത്തിൽ ഉണ്ട് എന്ന് ഈ അടുത്ത കാലം വരെ കേരളം വിശ്വസിച്ചിരുന്നില്ല. അതായത് പുരാതനമായ അല്ലെങ്കിൽ പഴയ ചില രേഖകളിൽ ഒക്കെയുള്ള ചില സൂചനകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇത്തരത്തിൽ വഖഫിൻ്റെ ഭൂമിയാണ് അത് എന്ന് വഖഫ് ബോർഡ് പറയുന്നു. പിന്നീട് വഖഫ് ബോർഡിൽ നിന്ന് തന്നെ നോട്ടീസ് ലഭിക്കുന്നു. അതിനുശേഷം ഇത് വഖഫിൻ്റേതല്ല, ഞങ്ങളുടെ ഭൂമിയാണിത് എന്ന് തെളിയിക്കാനായി വർഷങ്ങളോളം കോടതി വരാന്തകൾ കയറിയിറങ്ങേണ്ട സ്ഥിതിവിശേഷം ഉത്തരേന്ത്യയിലെ പല ജനവിഭാഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളം ഇത് ആദ്യമായിട്ട് ഈ അപകടം മനസ്സിലാക്കുന്നത് മുനമ്പത്തിലൂടെയാണ്. കാരണം മുനമ്പത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആദ്യ ഷോക്ക് കിട്ടിയത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. തങ്ങളുടെ ഭൂനികുതി അടയ്ക്കാൻ പോകുമ്പോഴാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്, നിങ്ങളുടെ വസ്തുവിന്മേൽ വഖഫ് ബോർഡിൻ്റെ അവകാശവാദമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കരം സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നും അറിയിപ്പുണ്ടായത്. ഇതാണ് മുനമ്പം ജനതയ്ക്ക് കിട്ടിയ ആദ്യ ഷോക്ക്. പിന്നീടാണ് ഈ വർഷങ്ങളായി താമസിച്ചു വരുന്ന, തലമുറകളായി താമസിച്ചു വരുന്ന വീട്ടിൽ നിന്നും പുരയിടത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് നോട്ടീസ് നൽകുന്നത്. അതോടുകൂടിയാണ് ഇങ്ങനെയൊരു കരി നിയമത്തിൻ്റെ സാന്നിധ്യം കേരളത്തിലെ ചിലർക്ക് മനസ്സിലായത്, മുനമ്പം നിവാസികൾക്ക് പ്രത്യേകിച്ചും. മുനമ്പം നിവാസികൾ അന്ന് മുതൽ തന്നെ സമരത്തിലാണ്. വർഷങ്ങൾ നീണ്ട സമരം അവർ ഇപ്പോഴും തുടരുകയാണ്. ദീർഘകാലം അവരുടെ സമരം ഭരണപക്ഷവും പ്രതിപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും കണ്ടില്ല എന്ന് നടിച്ചു. പക്ഷേ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടിയാണ് മുനമ്പം സമരത്തെക്കുറിച്ച് കേരളം കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ആ തെരഞ്ഞെടുപ്പ് കാലത്താണ് മുന്നണികൾ മുനമ്പത്തുകാരെ സംരക്ഷിക്കാൻ എന്ന രീതിയിൽ ഒത്തുകൂടിയത്. പക്ഷേ അത് ആ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുകയായിരുന്നു. മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന പേരിൽ ചില തീവ്ര മുസ്ലിം സംഘടനകളുടെ ഒരു കൂട്ടായ്മയും എല്ലാമാണ് ഇത്തരത്തിൽ മുനമ്പം ജനതയെ അവിടെ നിന്നും കുടിയിറക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ. അതിന് നമ്മുടെ രാജ്യത്തിൻ്റെ വഖഫ് നിയമത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഒരു കോടതിക്കും അത് ചോദ്യം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമമായി വിധി പറയാൻ കഴിയുമായിരുന്നുള്ളൂ. സംസ്ഥാന സർക്കാരിന് പോലും ഇതിങ്ങനെ വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പുറകെ നിന്ന് കണ്ണുരുട്ടി പേടിപ്പിക്കാൻ മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു. അവർ അസന്ദിഗ്ധമായി പറഞ്ഞു മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ്. പക്ഷേ മുനമ്പത്തെ ജനങ്ങൾക്ക് അനുസൃതമായ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ കേരളത്തിനാകും എന്നും പറഞ്ഞിരുന്നു. പക്ഷേ മുനമ്പത്തെ 600-ലധികം വരുന്ന ആളുകളെ അവരുടെ വീടുകളിൽ നിന്നും ഇറക്കി വിടാനായിരുന്നു വലിയ പദ്ധതി മെനഞ്ഞത് എന്ന് വ്യക്തമാണ്. പക്ഷേ അതിനിടയിൽ കേന്ദ്ര സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നു. വഖഫ് കരി നിയമത്തിന് ഉണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട അപകടകരമായ വകുപ്പുകളും നീക്കം ചെയ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്നും മറ്റും വലിയ വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. ഇപ്പോഴിതാ മുനമ്പം ജനതയുടെ വർഷങ്ങൾ നീണ്ട സമരത്തിനിടയിൽ ഒരു ആശ്വാസമായി ഹൈക്കോടതിയുടെ വിധി വരികയാണ്. അതായത് മുനമ്പത്തുകാർക്ക് അല്ലെങ്കിൽ മുനമ്പത്തെ ഭൂ ഉടമകളിൽ നിന്നും വില്ലേജ് ഓഫീസർമാർക്ക് കരം വാങ്ങാം. അതായത് ഈ കേസിന്റെ അന്തിമ വിധി വരുന്നതുവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ കരം വാങ്ങാം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി പോയത്. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടേതടക്കമുള്ള ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ താൽക്കാലികമായി മുനമ്പം ഭൂ ഉടമകളിൽ നിന്ന് കരം സ്വീകരിക്കാം എന്ന നിർദ്ദേശം സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഈ അന്തിമ വിധി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. മുനമ്പത്തുകാർക്ക് വലിയ ആശ്വാസമായ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അന്തിമ വിധി അത് മുനമ്പം ജനതയ്ക്ക് അനുകൂലം ആയിരിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. കാരണം വഖഫ് നിയമം പഴയതുപോലെ ഒരു കരി നിയമമല്ല. അതിൽ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം, ഒരു പുരോഗമന കാലഘട്ടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ വരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി വിധികൾ പോലും വരുന്നത് എന്ന് വേണം വിലയിരുത്താൻ. അതായത് മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഭൂനികുതി വാങ്ങാം എന്ന ഒരു ഉത്തരവ് സർക്കാർ അല്ലെങ്കിൽ കോടതി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.